നമുക്കിന്നൊരു മോര് കറി ഉണ്ടാക്കിയാലോ? ഇനി ഒന്ന് കുക്കറിലാട്ടോ വയ്ക്കുന്നത്. മോര് കറി വയ്ക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മത്തങ്ങ, പിന്നെ ഒരു ചെറിയ നേന്ത്രക്കായ, അതിലേക്ക് ഒരു 2 വലിയ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയൂടെ ഇട്ട് കൊടുക്കാം. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച്, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് ഒഴിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും അതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ, ഒരു 3 ചെറിയ പച്ചമുളക്, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് തൈര് കൂടെ നമുക്ക് ആഡ് ചെയ്ത് 2 മുറി നന്നായി ഇളക്കി വെച്ച് വെക്കാം. ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ടല്ല കേട്ടോ, നമ്മൾ ആ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് തൈരും ഉപ്പും കൂടെ മിക്സ് ചെയ്താണ്. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നുള്ളൂ, എന്നാൽ തന്നെയും അത്യാവശ്യം അതിന് വെള്ളമുണ്ട്. അതൊരു വളരെ കട്ടിയുള്ള മോര് കറിയാണ് കേട്ടോ. പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തൈര് ഇല്ലെങ്കിൽ ചിലപ്പോൾ തൈരൊന്ന് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, വളരെയേറെ കട്ടിയുള്ള മോര് കറിയല്ല. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉലുവ, കടുകും കൂടെ ആഡ് ചെയ്ത് അടിപൊളി മോര് കറി കേട്ടോ. 2 പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി.